ഈ ഇന്ത്യയിൽ വന്നേക്കുന്ന വണ്ടികൾ അത് ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ട് ഇതേപോലെ തന്നെയുള്ള ഓസ്ട്രേലിയയിലുണ്ട്, ചില ആഫ്രിക്കൻ കൺട്രീസിലുമുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാം, ലാൻഡ് ക്രൂസർ ഓണേഴ്സ് ഗ്രൂപ്പ്, ലാൻഡ് ക്രൂസർ 105 ഓണേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞടിച്ചാൽ അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പല രാജ്യത്തുള്ളത്. ഈ ലാൻഡ് ക്രൂസർ ഉള്ളവരൊക്കെ മിക്കവരും ആ ഫേസ്ബുക്കിൽ പോലും കയറാൻ സമയമില്ലാത്തവരാണ്. ടെക്നിക്കൽ ഡൗട്ട്സ് അവിടെ അതിനൊന്നും ടൈമില്ല അവർക്ക്. അപ്പോൾ ഐ ആം ഡൂയിങ് ദാറ്റ്. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു, എനിക്കാണെങ്കിലും ചിത്തിന് കഴിഞ്ഞതിന് ശേഷം മൂക്കൊടിഞ്ഞു, പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട വന്നു. പിന്നെ ഇനി ഹെയർ കട്ടിൻ്റെ കുറച്ച് ഇതൊക്കെ ചെയ്ത് ഞാൻ കറക്റ്റ് ഒരു വർഷമായിട്ട് ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് എനിക്കൊരു വലിയ പ്രൊജക്റ്റായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹത്തിൽ വേറെ ഒന്നും ചെയ്യാതെ. അപ്പോൾ അതിനിപ്പോൾ ഡിസംബർ തുടങ്ങാനിരിക്കുകയാണ്. ഈ ഗ്യാപ്പും ഇതും കറക്റ്റ് സിങ്കായിട്ട് വന്നു. അപ്പോൾ പ്ലാസ്റ്ററൊക്കെ വെച്ച് പുറത്തിറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ ഡൗട്ട്സ് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് സാധനം ലേബറാണ്. പാർട്സ് ചീപ്പാണ്. അവിടെ ലേബർ ഭയങ്കര പൈസ ആയതുകൊണ്ട് മിക്ക ഓണേഴ്സും അവർ തന്നെ പണിത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർക്ക് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും. യൂട്യൂബിൽ DIY വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇന്നൊരു എൻജിൻ അഴിക്കുമ്പോൾ ഇവിടുത്തെ മെക്കാനിക്കിനും പുതുമയാണത്. അപ്പോൾ അവർ നേരെ അയ്യോ ഇത് ഇന്ന പോലെ എന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഫോട്ടോ എടുക്കും, ഇന്ന പോലെ എടുത്ത് അന്ന് രാത്രി ഒരു നമ്മളായിട്ട് 5 മണിക്കൂർ വ്യത്യാസം ഉണ്ടാകും. ഞാനൊരു രാത്രി 2 മണി 3 മണിയൊക്കെ ഐറ്റം എഴുതി ചോദിച്ച് കോറിയായിട്ട് ഇടും.